ശബരിമല സ്ത്രീ പ്രവേശനം ഒരിക്കൽ കൂടി സുപ്രീം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ശബരിമല കോടതി വിധി നടപ്പിലാക്കാൻ സജീവമായി രംഗത്തുണ്ടായിരുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ നേതാവ് പിണറായി വിജയൻ, അവരുടെ പാർട്ടി പുറകോട്ട് കാൽ വെക്കാനുള്ള ചില ഒരുക്കങ്ങൾ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി നിന്നുകൊണ്ട് സംസ്ഥാനത്ത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സ്വാഭാവിക ന്യായമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് RSSും അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളും കോൺഗ്രസും ഒപ്പം നിൽക്കുന്ന UDFിലെ ഘടകകക്ഷികളും സ്ത്രീ പ്രവേശനത്തിനെതിരായി സമരം നടത്തുമ്പോൾ അതിന് എതിരായി പഴയ നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ജനകീയ സമിതിയായിരുന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന പുന്നല ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം തീർച്ചയായും സുപ്രീം കോടതി സെപ്റ്റംബർ 28, 2018 പറഞ്ഞ അടിസ്ഥാനപരമായ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആശയങ്ങളോട് വീണ്ടും ഇതാ കൂറു പുലർത്തിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഭരണഘടന വിശിഷ്യ ആർട്ടിക്കിൾ 25 വ്യക്തികളുടെ മതവിശ്വാസം നിലനിർത്താനും സംരക്ഷിക്കുവാനും ആചാരങ്ങളിൽ ഇടപെടാനുമുള്ള അവസരങ്ങളുണ്ട് എന്നിരിക്കെ ആർട്ടിക്കിൾ 14, 15, 17 തുടങ്ങിയ ഭാഗങ്ങളിൽ പറയുന്ന സമത്വം, തൊട്ടുകൂടായ്മ, തുല്യനീതി തുടങ്ങിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് സ്ത്രീകൾക്കെതിരായി ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ നിരുത്സാഹപ്പെടുത്താൻ കേരളത്തിലെ UDFും RSS ഉൾപ്പെടുന്ന സംവിധാനങ്ങളും പന്തളം മുൻ രാജകുടുംബവുമൊക്കെ NSSന്റെ പിന്തുണയോടെ നടത്തിയ സമരങ്ങളെ പ്രതിരോധിക്കേണ്ട സാംസ്കാരികമായ രാഷ്ട്രീയമായ ഒരു സേന എന്ന അർത്ഥത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറിയായി പുന്നല ശ്രീകുമാർ ഉൾപ്പെടുന്ന ആളുകൾ ചേർന്നുകൊണ്ട് കേരളത്തിലെ ആചാര സംരക്ഷണത്തിനെതിരെ ജനാധിപത്യപരമായി ആചാരങ്ങളെ കാലാകാലങ്ങളിൽ പൊളിച്ചെഴുതേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം 2018 അവസാനം മുതൽ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്നാൽ പിൽക്കാലത്ത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFനെതിരെ ഉണ്ടായ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തോൽവി, ആ തോൽവിയുടെ കാരണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണെന്നുള്ള UDFന്റെ പ്രചരണം ഭാഗികമായും ഒരുപക്ഷെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് LDF ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം പടിപടിയായി അവരുടെ നവോത്ഥാന മൂല്യ സംരക്ഷണ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ നോക്കൂ, ഏറ്റവും അവസാനം പുന്നല ശ്രീകുമാറിനെ പോലെയുള്ള നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗത്തിലെ ധീരന്മാരായ ആളുകൾ സ്ത്രീ പ്രവേശനം വിശ്വാസികളുടെ അവകാശമാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുവാൻ പൊതുവേദിയിലെത്തുമ്പോൾ അതിന് പിന്തുണ നൽകേണ്ടത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട മലയാളികളുടെ പൊതു ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.